പേഴ്സണലി ഉള്ള ഇതേപോലെ സോൾ കണക്ഷൻ ആയിട്ടുള്ള ഒരു അനുഭവം ഷെയർ ചെയ്യാം. ദ സോൾ മരണപ്പെട്ടു പോയ സഹോദരനുള്ളിലാണ് ഉണ്ടായിരുന്നത്. എൻ്റെ മകൾ മുട്ട അലർജിയാണ്. മകൻ മരണപ്പെട്ടതിന് ശേഷം മകൾക്ക് എന്നും മുട്ട വേണം. എത്രയോ മരണങ്ങൾ നമ്മുടെ കുടുംബങ്ങളിൽ സംഭവിക്കുന്നു. പക്ഷെ ഇവര് 3 പേരുടെയും ചിന്ത എനിക്ക് എപ്പോഴും ഉണ്ടാവാറുണ്ട്. സാധുക്കളാണ് ഈ ആത്മാക്കളെ. ശരിക്കും പറഞ്ഞാല് അവര് ബോഡി ഇല്ലായിരുന്ന പ്രയാസത്തിലാണ്. എല്ലാം ഉണ്ടെങ്കിലും കല്യാണം കഴിക്കാൻ പറ്റത്തില്ല. പ്രീവിയസ്ലി അവർ തീരുമാനം എടുത്തിട്ടുണ്ട്, ഈ ഒരു ജന്മം ഉണ്ടെങ്കിൽ കല്യാണമേ കഴിക്കരുത്. ചിലപ്പോഴൊക്കെ ചില സ്ഥലങ്ങളൊക്കെ വിട്ടുപോകാത്തതിൻ്റെ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ആക്സസിൻ്റെ കുറേ സ്റ്റേറ്റ്മെൻറ്റ്സ് യൂസ് ചെയ്യുമ്പോൾ ആത്മാവിന് മനസ്സിലാവും ആ ഐഡന്റിറ്റിയിൽ നിൽക്കേണ്ടതില്ല, ദേ ലീവ്. ഓക്കെ. പിന്നെ ആ സ്ഥലം പെട്ടെന്ന് വിട്ടുപോകുന്ന സാഹചര്യങ്ങളൊക്കെ വരാറുണ്ട്. മാമിന് അതേപോലെയുള്ള ഒത്തിരി കേസ് ഒരുപാട് അനുഭവങ്ങളുണ്ട്. മാമിനൊരു പേഴ്സണലി ഉള്ള ഇതേപോലെ സോൾ കണക്ഷൻ ആയിട്ടുള്ള ഒരു അനുഭവം ഷെയർ ചെയ്യാമോ? എൻ്റെ ക്ലാസ്സിൽ വന്നിട്ടുള്ള ഒരു കുട്ടി, ആ കുട്ടി ആക്ച്വലി ചിരിച്ചിട്ട് തന്നെ കുറേ കാലമായി എന്നാ പറഞ്ഞത്. ഷീ ലുക്സ് പെയിൽ, മൊത്തത്തിൽ അങ്ങ് സ്റ്റക്കായി. അവർ തന്നെ പറയുകയാണെങ്കിൽ ഞാൻ ചിരിച്ചിട്ട് വർഷങ്ങളായി. അപ്പൊ അവരുടെ ഉള്ളിലാണ് പ്രസൻസ് ഉള്ളത്, പുറത്തു പോലുമല്ല, ശരീരത്തിന്റെ പുറത്തു പോലുമല്ല. ജസ്റ്റ് അവരുടെ കണ്ണിൽ നോക്കി ആക്സസിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു, ഒരല്പസമയം ശാന്തയായിരുന്നു. വിത്തിൻ സെക്കൻഡ്സ് ഷീ സ്റ്റാർട്ടഡ് സ്മൈലിംഗ്. വിത്തിൻ സെക്കൻഡ്സ്. ഇത്ര ഈസിയാണ് നമുക്കൊരു സോളിനെ പറഞ്ഞേക്കാൻ. പക്ഷേ ഈ ഭയപ്പെടുത്തൽ കാരണം എല്ലാവരും ഇങ്ങനെ ഭയപ്പെട്ട് അതൊരു അയ്യോ അതിനെക്കുറിച്ച് നോക്കാൻ പാടില്ല, അതിലോട്ട് സംസാരിക്കാൻ പാടില്ല, അയ്യോ എന്നൊക്കെ പറഞ്ഞിരിക്കുന്നതാണ്. പല അനുഭവങ്ങളുണ്ട്, ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഒരിക്കലും ഒരു ക്ലാസ്സിലിരിക്കുന്ന സമയത്ത് ഒരു അമ്മയുടെ പെർമിഷൻ ചോദിച്ചിട്ടാണ് ഞാൻ ഈ പറയുന്നത്. ആ അമ്മയുടെ മകൻ മരണപ്പെട്ടിട്ട് 4 മാസമേ ആയിട്ടുള്ളൂ. അവർ ക്ലാസ്സിൽ വന്നു. സാധാരണ ഞാൻ ആക്സസിന്റെ കാര്യങ്ങൾ പറയുമ്പോൾ പല കാര്യങ്ങളും എക്സാമ്പിൾസും ആണ് ഉപയോഗിക്കുന്നത് എങ്കിൽ ആ ക്ലാസ്സിൽ സ്പെസിഫിക്കലി എന്തുകൊണ്ടോ മരണത്തെക്കുറിച്ചും മരിച്ചവർ പോയാൽ അവരെ പോകാൻ അനുവദിക്കണം, വീണ്ടും അവരെ കുറിച്ച് ആലോചിച്ച് പ്രയാസപ്പെട്ട് നിങ്ങൾ അവരെ വേദനിപ്പിക്കരുത്, ഇതേ എക്സാമ്പിൾസ് തന്നെ പറയുകയുണ്ടായി. ദെൻ ഐ റിയലൈസ്ഡ് അന്നത്തെ പ്രോസസ്സിലൊന്നും ഉണ്ടായില്ല. ദ നെക്സ്റ്റ് ഡേ, സെക്കൻഡ് ഡേയും ഫുൾ ക്ലാസ്സും കഴിഞ്ഞ പ്രോസസ്സ് ചെയ്യുന്ന സമയത്ത് ഈ അമ്മയുടെ മകൾ അനിയത്തി പ്രോസസ്സ് ചെയ്യുന്ന സമയത്ത് ഷീ സ്റ്റാർട്ടഡ് ഷിവറിങ്. ദെൻ ദ സോൾ ആ കുട്ടിയുടെ ഉള്ളിലാണ് ഉണ്ടായിരുന്നത്. മരണപ്പെട്ടു പോയ സഹോദരനുള്ളിലാണ് ഉണ്ടായിരുന്നത്. ആ കുട്ടിയെ പോയി, യാത്ര പറഞ്ഞ് പോയി എന്നുള്ളതാണ്. ആൻഡ് അമ്മ എന്നോട് അതിനുശേഷമാണ് വന്ന് പറയുന്നത്, ഐ റിയലൈസ്ഡ് ഓക്കെ പോയി എന്നുള്ളത്. ദെൻ ഇറ്റ്സ് ഓൾ നോർമൽ. അതൊക്കെ സംഭവിക്കും കേട്ടോ. നമുക്കിതൊന്നും ലോജിക്കലി എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളൊന്നും അല്ല. അമ്മ പറഞ്ഞു, എൻ്റെ മകൻ കുഞ്ഞുനാൾ മുതൽ എപ്പോഴും മുട്ട കഴിക്കും, പക്ഷെ എൻ്റെ മകൾ മുട്ട അലർജിയാണ്. എന്നാൽ മകൻ മരണപ്പെട്ടതിന് ശേഷം മകൾക്ക് എന്നും മുട്ട വേണം. മുട്ടയില്ലാതെ കുഞ്ഞിന് ഉച്ചയൂണ് അല്ലെങ്കിൽ ഫുഡ് കഴിക്കാൻ കഴിയില്ല എന്നുള്ളത്. ഇറ്റ്സ് ബിക്കോസ് ഹി വാസ് എൻജോയിങ് ഹിസ് ലൈഫ് ത്രൂ ഹർ ബോഡി. അങ്ങനത്തെ ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഇറ്റ്സ് ഈസി ടു ആസ്ക് ദം ടു ലീവ്. ഈ ആക്സസ് ബാറിലേക്ക് കടന്നതിന് ശേഷമാണോ മാമിന് ഇതേപോലുള്ള സോൾ പ്രസൻസ് ഒക്കെ തിരിച്ചറിയാൻ സാധിക്കുന്നത്? എൻ്റെ അനുഭവം പറയുകയാണെങ്കിൽ, എൻ്റെ മരണപ്പെട്ടു പോയ അപ്പൂപ്പൻ സിഗരറ്റ് സ്മോക്ക് ചെയ്യായിരുന്നു. അപ്പൊ എപ്പോഴും ഈ ഒരു സ്മോക്കിന്റെ ഒരു സ്മെല്ല് എടുക്കും. ആൻഡ് എൻ്റെ ഒരു കസിൻ ആക്സിഡന്റിൽ മരണപ്പെട്ടു പോയിരുന്നു. ട്രെയിൻ ആക്സിഡന്റിലാണ് മരണപ്പെട്ടു പോയത്. വേറൊരു കുട്ടി, ലൈക്ക് കുഞ്ഞു പ്രായത്തിലെ കളിക്കൂട്ടുകാരി 3 വയസ്സുള്ളപ്പോൾ ഷീ ഓൾസോ ഡൈഡ്. എത്രയോ മരണങ്ങൾ നമ്മുടെ കുടുംബങ്ങളിൽ സംഭവിക്കുന്നു. പക്ഷെ ഇവർ 3 പേരുടെയും ചിന്ത എനിക്ക് എപ്പോഴും ഉണ്ടാവാറുണ്ട്. ഇതൊരു പ്രസന്റ് ആണ് കേട്ടോ, ഇതൊരു ഐക്കണാണ്, നമുക്ക് അവർ നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ളത്. ആൻഡ്
അപ്പൂപ്പൻ്റെതാണെങ്കിൽ സിഗരറ്റ് സ്മോക്കിംഗ് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. ഇതിന്റെ അർത്ഥമൊന്നും നമുക്കറിയില്ല, കാരണം അതെ. നമ്മള് ബിസി ലൈഫാണ്, നമുക്ക് നോക്കാൻ കുറേ കാര്യങ്ങളുണ്ട്, ഇതിന്റെയൊക്കെ എന്താ എന്റെയൊക്കെ പിറകിൽ വി ഡോണ്ട്. ഉം. പക്ഷെ ആക്സസ് കോൺഷ്യസ്നസ്സിൽ വന്ന് ഇതിന്റെ ഹയർ തലമായ ഫൗണ്ടേഷൻ ക്ലാസ്സിൽ ഇരിക്കുന്ന സമയത്താണ് ഇവരെന്നോടൊപ്പം ഉണ്ട് എന്നുള്ളതും അവരെ റിലീസ് ചെയ്യാൻ പറ്റിയതും, ഉണ്ട് എന്ന് ഞാൻ തിരിച്ചറിഞ്ഞതും. അതുകൊണ്ടാണ് എനിക്ക് മണം എടുക്കുന്നത് ഓക്കെ. എന്നെനിക്ക് മനസ്സിലായതും അവരെ റിലീസ് ചെയ്തു. ഇറ്റ്സ് കോമൺ ആണ് കേട്ടോ. ഓക്കെ. അപ്പൊ നമ്മൾ പക്ഷെ പൂർവികർക്ക് ഇതൊക്കെ നന്നായിട്ട് അറിയാം. യെസ്. നമ്മളാണ് ന്യൂജൻ ആണ് ഇതൊന്നും വിശ്വാസം വരാത്തത്. അതെ. അതുകൊണ്ട് നമുക്കിതൊന്നും റിലീസ് ചെയ്യാൻ പറ്റുന്നില്ല. പൂർവികർക്ക് എല്ലാം അറിയാം. ഓക്കെ, ഇവർക്ക് ആക്ച്വലി ഫോർ എക്സാമ്പിൾ സാധുക്കളാണ് ഈ ആത്മാക്കളെ ശരിക്കും പറഞ്ഞാൽ രണ്ടും ചീത്ത നമ്മൾ ഒച്ചത്തിൽ പറഞ്ഞാൽ പോലും അവർ ഓടിപ്പോവും. ആണോ? അങ്ങനത്തെ ഒരു അനുഭവം ഒരു മാഡം ക്ലാസ്സിൽ വന്നപ്പോൾ പറഞ്ഞു. അവർക്ക് എപ്പോഴും ഈ ആത്മാക്കൾ സംസാരിക്കുന്നത്, രണ്ടും ഒരു സ്ത്രീയും ഒരു പുരുഷനും സംസാരിക്കുന്ന ശബ്ദം കേൾക്കും. ഇവര് ഒന്ന് നിർത്തി പോവോന്ന് പറഞ്ഞ് ഷൗട്ട് ചെയ്തപ്പോഴത്തേക്കും അതിനുശേഷം പിന്നീട് ആ ഒരു ശബ്ദമില്ല. അത്രയും പാവങ്ങളാണ് അവര്, ബോഡി ഇല്ല എന്ന പ്രയാസത്തിൽ. അതെ. അങ്ങനെ ഒരുപാട് അനുഭവങ്ങളുണ്ട് കേട്ടോ, ഒരുപാട് അനുഭവങ്ങളുണ്ട്, മാമിന് പറഞ്ഞാൽ തീരാത്തത്ര. മാമിന് ഈ ആക്സസ് ബാർ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം, ഈ ജേർണി സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം പൂർവ്വജന്മമായിട്ടുള്ള ഒരു കണക്ഷൻ കിട്ടുകയോ അല്ലെങ്കിൽ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടാവുകയോ ചെയ്തിട്ടുണ്ടോ മാമിന്റെ പൂർവ്വജന്മമായിട്ട്? ഉറപ്പായിട്ടും ഷെയർ ചെയ്യാമോ? ഞാൻ യഥാർത്ഥത്തിൽ അതൊക്കെ ഡിസ്ചാർജ് ചെയ്താണ് കളയുന്നത്. മീൻസ് ലൈക്ക് അൺക്രിയേറ്റ് ചെയ്ത് ഡിസ്ട്രോയ് ചെയ്താണ് കളയുന്നത് പൂർവ്വജന്മവുമായിട്ടുള്ള സകല കണക്ഷൻ. ഒന്ന് നമുക്കൊരു അനുഗ്രഹമാണ്, നമ്മുടെ പൂർവ്വജന്മങ്ങളൊന്നും നമുക്ക് ഓർമ്മയില്ല. അതെ, അത് തീർച്ചയായിട്ടും അനുഗ്രഹം തന്നെ. അതെ, അനുഗ്രഹമാണ്. കാരണം നമുക്കിപ്പോ അറിയാണ്, ഞാൻ ആ കാലഘട്ടത്തിൽ അതായിരുന്നു, ഇതായിരുന്നു, അയ്യേ ഞാൻ ഇതായിരുന്നു, ഇങ്ങനെ ആയിരുന്നു എന്നൊക്കെ അറിഞ്ഞു കഴിയുമ്പോൾ മേ ബി ആ കാലഘട്ടത്തിലുള്ള ട്രോമാസ് ഉൾപ്പെടെ എമേർജ് ആവാനൊക്കെയുള്ള സാധ്യതയുണ്ട്. സോ ഒരുപാട് പൂർവ്വജന്മങ്ങളിലൂടെ ഞാൻ കടന്നു പോയിട്ടുണ്ട്, പല പല ജന്മങ്ങളിലൂടെ. അതില് ഞാൻ എന്താണെന്നാണോ പറയേണ്ടത്, പല അനുഭവങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ട്. അതൊക്കെ റിവീൽ ചെയ്യാതിരിക്കുന്നില്ലേ നല്ലത്. സോ പീപ്പിൾ വിൽ സ്റ്റാർട്ട് സീയിങ് ഇൻ ദാറ്റ് വേ. ഓക്കെ. ഓക്കെ. മാമിന്റെ അടുത്ത് പഠിക്കാൻ വരുന്ന സ്റ്റുഡൻസിന് ഇതേപോലുള്ള എക്സ്പീരിയൻസസ് ഒക്കെ ഉണ്ടാവുന്നുണ്ടോ? ഒരുപാടാണ്, ധാരാളം. കാരണം സ്ട്രെസ് റിലീസ് ചെയ്യുന്നതിനോടൊപ്പം നമ്മൾ 3D ഡയമെൻഷനിൽ നിന്ന് ഷിഫ്റ്റ് ആവാണ് ഹയർ ഡയമെൻഷനിലോട്ട്. നമ്മൾ ഇതിന്റെ ഒരു പ്രോസസ്സ് തന്നെ 10-13 ഡയമെൻഷൻസിലുള്ള ക്ലിയറൻസ് ആണ് നടത്തുന്നത് തന്നെ. ഇംപ്ലാന്റഡ് ആയിട്ടുള്ള പോയിന്റ് ഓഫ് വ്യൂസ് എല്ലാം എടുത്ത് കളയുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ഹയർ ഡയമെൻഷനിൽ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് പഴയ ജന്മങ്ങൾ ഓർമ്മ വരിക. നോട്ട് എവ്രിബഡി, എല്ലാവർക്കും അല്ല, കുറച്ച് പേർക്കെങ്കിലും ഓർമ്മ വരികയും ആൻഡ് അതിനെ അൺക്രിയേറ്റ് ചെയ്യാനും ഡിസ്ട്രോയ് ചെയ്യാനുള്ള വഴികളൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട്. ആൻഡ് ബ്യൂട്ടിഫുൾ സ്റ്റേറ്റ്മെന്റ് ഒക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട്. ധാരാളം പേർക്ക് പഴയ ജന്മങ്ങളിലോട്ട് കണക്റ്റ് ആവാനല്ല ഞങ്ങൾ ആക്ച്വലി പഠിപ്പിക്കുന്നത്, ഫ്യൂച്ചർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പഴയ ജന്മങ്ങളെയൊക്കെ ഉപേക്ഷിക്കാനാണ് പഠിപ്പിക്കുന്നത്. അതിലുള്ള സകല കണക്ഷൻസും, ആ ജന്മങ്ങളിൽ ലഭിച്ചിട്ടുള്ള ശാപങ്ങളുണ്ടെങ്കിൽ അത്, ആ ജന്മങ്ങളിൽ ലഭിച്ചിട്ടുള്ള ഏതെങ്കിലും തീരുമാനങ്ങളുണ്ടെങ്കിൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ചിലർ ആക്ച്വലി ഈ ജന്മം ഇനി കല്യാണമേ കഴിക്കരുത് എന്ന തീരുമാനം എടുത്തിട്ടുണ്ടാവും ഒരു ജന്മത്തിൽ. അടുത്ത ജന്മത്തിൽ കടന്നു വരുമ്പോൾ അതിസുന്ദരനായിരുന്നാലും അതിസുന്ദരിയായിരുന്നാലും ഒരുപാട് സമ്പത്തുണ്ടെങ്കിലും പണം ഉണ്ടെങ്കിലും എല്ലാം ഉണ്ടെങ്കിലും കല്യാണം കഴിക്കാൻ പറ്റത്തില്ല. കാരണം അവരുടെ പ്രീവിയസ്ലി അവർ തീരുമാനം എടുത്തിട്ടുണ്ട്, എന്ത്, ഇനിയൊരു ജന്മം ഉണ്ടെങ്കിൽ കല്യാണമേ കഴിക്കരുത് എന്ന്. ആ തീരുമാനത്തെ ഇല്ലാതാക്കാത്തിടത്തോളം അടുത്ത ജന്മത്തില് ശ്രമിച്ചാലും നടക്കില്ല. അപ്പൊ നമ്മൾ അത് എങ്ങനെ കളയണം എന്നാ പഠിപ്പിക്കുക. കൂടുതൽ അതിൽ പോയി കണക്റ്റ് ആയി ഡ്രാമ എമേർജ് ആയി അതല്ല ആക്സസിന്റെ രീതി. നമ്മൾ പലതായിരുന്നിട്ടുണ്ട് കേട്ടോ, പലതും ആയിരുന്നിട്ടുണ്ട്. പലപ്പോഴും ഇപ്പോൾ ഒരു കുട്ടി ആയുർവേദ എക്സാമിന് പാസ്സാവാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. സോ ആ കുട്ടി എൻ്റെ അടുത്ത് നിൽക്കുന്ന സമയത്ത് എനിക്ക് സെൻസ് ചെയ്തത് എന്താന്ന് വെച്ചാൽ, പൂർവ്വജന്മത്തിൽ ഈ കുട്ടി വൈദ്യനായിരുന്നു. ലാസ്റ്റ് സ്റ്റേജിൽ ഈ കുട്ടിക്ക് രക്ഷിക്കാൻ കഴിയാതെ, ചികിത്സിച്ച് സുഖപ്പെടുത്താൻ കഴിയാതെ പോയത് കൊണ്ട് ധാരാളം അപമാനം ഏൽക്കേണ്ടി വന്നിട്ടുണ്ട്.
Okay. അതിനാൽ ഇനി ഒരിക്കലും ആരെയും സുഖപ്പെടുത്തുന്നില്ല, ഇതേ വേണ്ട എന്ന് പറഞ്ഞിട്ട് ഒരു തീരുമാനം എടുക്കുന്നു. അതിനുശേഷമാണ് ഈ കുട്ടി ഈ ലൈഫ് ടൈമിലോട്ട് കടന്നു വരുന്നത്. Okay. എന്നാൽ ഈ ലൈഫ് ടൈമിലും ആ ഉള്ളിലുള്ള ആയുർവേദിക് കപ്പാസിറ്റീസ് ഒക്കെ ഉണ്ട്. അതെ. കോളേജിൽ തന്നെയും സീനിയേഴ്സും സംശയം ചോദിക്കാറുണ്ട്, ജൂനിയേഴ്സും സംശയം ചോദിക്കാറുണ്ട്. പക്ഷെ ഈ കുട്ടിക്ക് മാത്രം പാസ്സാവാൻ പറ്റുന്നില്ല. Okay. എന്തുകൊണ്ട്? കാരണം ഓൾറെഡി തീരുമാനം എടുത്തിട്ടുണ്ട് ഈ ജോലി ചെയ്യില്ല. അത് ഈ ജന്മത്തിലെടുത്ത തീരുമാനം അല്ല. അല്ല. അപ്പൊ ആ തീരുമാനത്തെ ഇല്ലാതാക്കാത്തത് കൊണ്ടാണ്. ദെൻ ഐ ഡിഡ് ദാറ്റ് പ്രോസസ്സിലൂടെ നമ്മൾ അത് മാറ്റുമ്പോഴത്തേക്ക് വളരെ സിമ്പിൾ ആയിട്ട് ഷി പാസ്ഡ്. Okay. ഇതുപോലെയാണ് കല്യാണങ്ങളായിരുന്നാലും പല ദോഷങ്ങളിലൂടെ പലരും കടന്നു അതെ. വരാം. ചൊവ്വാദോഷാണ്, അതാണ് ഇതാണ്. ആ ഡിസിഷൻസിന്റെയും പ്ലാനറ്ററി എഫക്ട്സിന്റെ ഇതൊക്കെ കുറയാൻ തുടങ്ങുമ്പോൾ ജീവിതം മാറാൻ തുടങ്ങും. അതെ. അതിനേക്കാൾ ഉപരി നമ്മളെല്ലാവരും ഒരു മാട്രിക്സിലാണുള്ളത്. നമ്മുടെ ഹ്യൂമൻ പവർ ഒരിക്കലും തിരിച്ചറിയാൻ കഴിയാത്ത തലത്തിൽ നമ്മളൊരു ലൂപ്പിനകത്തും മാട്രിക്സിനകത്തുമാണ് നമ്മൾ ജീവിക്കുന്നത്. അതെ. മാട്രിക്സ് മൂവി കണ്ടിട്ടുണ്ടോ? ഇല്ല. ഓക്കെ. അതിനകത്ത് നോക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും കമ്പ്യൂട്ടർ പ്രോഗ്രാംസ് ഉണ്ട് നമ്മളെല്ലാവരുടെ ഉള്ളിൽ. അതെ. ആ കമ്പ്യൂട്ടർ പ്രോഗ്രാംസ് കാരണം തന്നെ നമുക്ക് നമ്മുടെ റിയൽ പവറിലോട്ട് എത്തിപ്പെടാൻ സാധിക്കാതെ പോവാറുണ്ട്. Yeah.